പ്രിയപ്പെട്ടവരെ, ഈ 3 ദിവസക്കാലം കർത്താവ് നമ്മളോട് വിശുദ്ധിയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അനുസരണത്തെക്കുറിച്ചും നമ്മളോട് സംസാരിച്ചു. ഇന്നേ ദിവസം കർത്താവ് നമ്മളെ നിത്യജീവനെക്കുറിച്ചും കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ചും ദൈവം നമ്മളോട് സംസാരിക്കും. നമുക്ക് ഈശോയോട് പറയാം, കർത്താവേ, അങ്ങയുടെ നിത്യജീവനെ കുറിച്ചുള്ള വലിയ ബോധ്യം ഞങ്ങൾക്ക് തരണമേ. അങ്ങായിരിക്കുന്നിടത്ത് ഞങ്ങളും ആയിരിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ അനന്തമായ സ്നേഹവും ശക്തിയും കരുതലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഇനിയും കഴിഞ്ഞകാല ജീവിതത്തിലെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. മറിച്ച് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായവൻ, എനിക്ക് മതിയായവൻ യേശു മാത്രമാണെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രത്യാശയോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കൊരിക്കൽ കൂടി കരങ്ങളുയർത്തി സ്തുതിച്ച് നമുക്ക് കർത്താവിനെ ഒരു നിമിഷം കൂടി നമ്മുടെ മധ്യയെ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാനത്തിന്റെ അവസാനത്തെ മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കും. നമുക്കിരിക്കാം. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 3 വാക്യം 16 17 തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം പറയുകയാണ്: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് തൻ്റെ ഏകജാതനെയാണ്, യേശുക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആകാശത്തിന് കീഴെ എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. പല ആൾക്കാരും ഭയത്തിൽ നിന്നുള്ള രക്ഷയ്ക്കും അതിൻ്റെ രക്ഷയ്ക്കും ഇതിൻ്റെ രക്ഷയ്ക്കും എന്തിനു പറയുന്നു? ചരടൊക്കെ മേടിച്ച് കയ്യാലും കെട്ടി കഴുത്താലും കെട്ടി, അല്ലെങ്കിൽ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് പൂജിച്ച സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വീട്ടിലും പറമ്പിലുമൊക്കെ കുഴിച്ചിടുന്ന കാണാൻ പറ്റും. അത് നിങ്ങൾക്കൊരു കെണിയായി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് മനസ്സിലാക്കണം, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, നിങ്ങളുടെ വരും തലമുറയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. അത് യേശു എന്നൊരു നാമമാണ്. അത് യേശു എന്നൊരു നാമമാണ്. യേശുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഒരു രക്ഷ പ്രാപിക്കാം എന്ന് കരുതിയാൽ, പ്രിയപ്പെട്ടവരെ, അത് ബാലിശമായി പോകും.
ഹല്ലേലൂയ. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 53 വാക്യം 5 ഇങ്ങനെ പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു. ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ എനിക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക്, ആ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എന്റെ പാപത്തിനു വേണ്ടി, നിങ്ങളുടെ പാപത്തിനു വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ പീഡകൾ മുഴുവൻ സഹിച്ചത്. ഹല്ലേലൂയ. അവന്റെ ശരീരത്തിലേറ്റ ക്ഷതങ്ങളാലാണ് എനിക്കും നിങ്ങൾക്കും പിതാവായ ദൈവം സൗഖ്യം നൽകുന്നത്. ഹല്ലേലൂയ. മനുഷ്യർക്ക് വേണ്ടി ഇതുപോലെ ക്ഷതമേറ്റ, ഇതുപോലെ മുറിക്കപ്പെട്ട ഒരു ദൈവം ഈ ലോക ചരിത്രത്തിൽ മറ്റൊരു ദൈവമെന്ന് വിളിക്കപ്പെടാൻ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാമി വിവേകാനന്ദൻ, ഒരു ഹൈന്ദവ ആചാര്യനായ മനുഷ്യൻ, ഇങ്ങനെ പറഞ്ഞു, ലോകത്ത് ഒരുവനെ ദൈവം എന്ന് വിളിക്കണമെങ്കിൽ അത് യേശുക്രിസ്തുവിനെ മാത്രമേ വിളിക്കാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു മുറിവേറ്റത്. നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യപ്പെടുന്നതിന് വേണ്ടിയാണ് അവൻ ക്ഷതമേറ്റത്. അതുകൊണ്ട് പാപമോചനം യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 8 വാക്യം 24 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിരിക്കും. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അതിന്റെ കാരണം ഇതാണ്, ഞാൻ തന്നെയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. നിനക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച, നിനക്ക് വേണ്ടി മുറിവേറ്റ, നിനക്ക് വേണ്ടി ക്ഷതമേറ്റ യേശുവാണ് നിന്റെ പാപ പരിഹാര ബലിയെന്നും അവനാണ് നിന്റെ നിത്യജീവനെന്നും നീ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, വചനം പറയുന്നു, നീ നിന്റെ പാപങ്ങളിൽ മരിക്കും. ഹല്ലേലൂയ. ശരീരത്തിൽ പറ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിലേറ്റ മുറിവിന്റെ അസൗഖ്യം നമ്മൾ ഏറ്റുവാങ്ങാൻ നമുക്ക് സാധിക്കണം. അവന്റെ ക്ഷതങ്ങളാലാണ് ഞാനും നിങ്ങളും സൗഖ്യപ്പെട്ടുവെങ്കിൽ അവനെ നീ സ്വന്തമാക്കുമ്പോ നീ രക്ഷ സ്വന്തമാക്കി എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അനുഗ്രഹം പ്രാപിക്കാമെന്ന്, രക്ഷ പ്രാപിക്കാമെന്ന് കരുതിയാൽ തെറ്റിപ്പോകും. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14 വാക്യം 6 ഇങ്ങനെ പറയുന്നു, യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. യേശുവാണ് വഴി. ഒരു ക്രിസ്തു വിശ്വാസി നടക്കേണ്ട വഴി യേശുവാകുന്ന വഴിയിലൂടെ നടക്കുവാൻ നമുക്ക് കഴിയണം. യേശുവാകുന്ന മാർഗത്തിലൂടെ നടക്കുവാൻ നമുക്ക് കഴിയണം. അടുത്തത് കർത്താവ് പറയാണ്, ഞാനാണ് സത്യം, ഞാനാണ് സത്യം. യേശുവാകുന്ന സത്യത്തെ സ്വീകരിച്ചുകൊണ്ട് യേശുവാകുന്ന സത്യത്തിൽ ജീവിക്കുവാൻ, യേശുവാകുന്ന സത്യത്തെ പ്രഘോഷിക്കുവാൻ ഒരു ക്രിസ്ത്യാനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ ഉത്തരവാദിത്വമുണ്ട്. അടുത്തത് കർത്താവ് പറയുന്നു, ഞാനാണ് ജീവൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. ശരീരത്തിൽ പറ ഹല്ലേലൂയ. ഇത് ക്രിസ്ത്യാനിക്ക് കിട്ടിയ അവർണ്ണനീയമായ ഒരു ഭാഗ്യമാണ്. ഇത് ക്രിസ്ത്യാനിക്ക് കിട്ടിയ അവർണ്ണനീയമായ ഒരു ഭാഗ്യമാണ്. പരിശുദ്ധ കുർബാനയിലൂടെ
ക്രിസ്തുവിന്റെ ശരീരവും രക്തവും മാംസവും ഭക്ഷിക്കുവാൻ, അതുവഴി നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വാതിൽ കർത്താവ് നമുക്ക് തുറന്നു തന്നു. അതുകൊണ്ട് യേശു പറയുക, വഴിയും സത്യവും ജീവനും ഞാനാ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് വരികയില്ല എന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനസ്സിലാക്കുക, യേശു വരും എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ. എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ യേശു വീണ്ടും വരും. നിത്യജീവിതത്തിലേക്ക് നമ്മെ നയിക്കുവാൻ യേശു വീണ്ടും വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മനുഷ്യനാണെങ്കിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ മരിക്കും. എന്നാൽ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം മരണമില്ലാത്തവനാണ് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് മരണമില്ല. കാരണം അവന്റെ രക്ഷകൻ, അവന്റെ സൗഖ്യദായകൻ, അവന്റെ നിത്യജീവൻ മരിച്ചടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് എന്നും ഉപവിഷ്ടനായിരിക്കുന്നു. ഇന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്, യേശു ഇപ്പം വരും, ദാ വരുന്നു, അവിടെ വന്നു, ഇവിടെ വന്നു. നിങ്ങൾ അതൊന്നും വിശ്വസിച്ചേക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ അവിടേക്ക് ഇവിടേക്കൊന്നും ഓടണ്ട. വചനം എന്താണ് പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനം അധ്യായം 1 വാക്യം 9-ഉം 10-ഉം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അല്ലയോ ഗലീലിയരേ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ച് വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എങ്ങനെയാണോ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്, അതേപോലെ യേശു വീണ്ടും വരും എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി. എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഒരു കള്ള് ഷാപ്പ് കോൺട്രാക്ടറുടെ മകനായി ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച ബിജി പി രാജ് എന്ന് പറയുന്ന ഒരു ഹൈന്ദവനായ ഞാൻ ബിജി ജോസഫ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഈ 33 വർഷക്കാലം യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചതിന്റെ കാരണം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പ്രിയപ്പെട്ടവരെ, ജീവിക്കാൻ വേറെ മാർഗമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഈ വചനം എന്നിൽ സ്വാധീനിച്ചിരിക്കുന്നു. അവൻ വരും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. ലോക ചരിത്രത്തിൽ ഒറ്റ ഒരു മനുഷ്യനും ദൈവങ്ങളെന്ന് വിളിക്കുന്ന ഒരു വ്യക്തിക്കും പറയാൻ പറ്റിയിട്ടില്ല, ഞാൻ വരും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. അത് പറഞ്ഞത് യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് അവൻ പറഞ്ഞു, ഞാൻ വരും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14 വാക്യം 1 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. ഇതൊക്കെ പറഞ്ഞത് അവന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ചവരോടാണ്. നിന്റെ ഹൃദയം അസ്വസ്ഥമാകണ്ട. ഈ ഭൂമിയിലെ ചെറിയ പ്രശ്നങ്ങൾ കണ്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും തകർച്ചകളും വരുമ്പോ നീ ഭയപ്പെടേണ്ട. പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ നീ പേടിക്കണ്ട, നീ അസ്വസ്ഥമാകണ്ട. കാരണം എന്താണ്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി
നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇവിടെ യേശു പറയുക, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ ശക്തിയാലാണ്. ഞാനും ബഹുമാനപ്പെട്ട പീറ്ററച്ചനൊക്കെ റോമിലൂടെ സഞ്ചരിച്ചപ്പോ അവിടുത്തെ ഒരു പള്ളിയിൽ ഒരു രൂപം നിൽക്കുന്നത് കണ്ടു. ഒരു സ്റ്റാച്ചു, തലയില്ല, ഉടനെ മാത്രം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ കർത്താവ്, ഇതെന്താ? ആരെങ്കിലും തല്ലിപ്പൊളിച്ച് കളഞ്ഞതായിരിക്കും. തലയില്ലാത്ത, ഉടല് മാത്രം, കഴുത്തിന് താഴോട്ട് മാത്രമുള്ള ഒരു മനുഷ്യന്റെ രൂപം, സ്റ്റാച്ചു അവിടെ വെച്ചിരിക്കുന്നു. അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സെന്റ് പോൾ, പൗലോസ്. ചുമ്മാതല്ല, വാളോങ്ങി നിൽക്കുന്നവന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുത്തത്. ഓരോ വർഷവും ക്രിസ്തുവിനെ പ്രഘോഷിച്ച് ഈ ഭൂമിയിൽ രക്തം ചിന്തുന്ന നിരവധിയായ വിശുദ്ധ ആത്മാക്കൾ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രതീക്ഷ ഒന്ന് മാത്രമാണ്, യേശുവിന്റെ വചനത്തിലുള്ള വിശ്വാസം. യേശുവിന്റെ വചനത്തിലുള്ള വിശ്വാസം. ഗ്രഹാം സ്റ്റെയിനെയും 2 മക്കളെയും ആ മിഷണറിമാരെ ഒരു വണ്ടിക്കുള്ളിലിട്ട് പച്ചക്ക് കത്തിച്ചു കൊല്ലുമ്പോഴും അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്. യേശു പറഞ്ഞു, എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലമുണ്ട്. ഹല്ലേലൂയ. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോ ആരാ തന്നെ കല്ലെറിയുന്നത് എന്നല്ല സ്തെഫാനോസ് നോക്കിയത്. അവൻ മുട്ടുകുത്തി. അവനോട് വാഗ്ദാനം ചെയ്ത ഒരു യേശുവുണ്ട്. അവൻ കരമുയർത്തി. അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോ ഇതാ നിൽക്കുന്നു യേശു ക്രിസ്തു. സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞത്. അവന്റെ മേത്ത് കല്ലുകൾ വന്ന് വീണപ്പോഴാ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. എന്നാൽ പല ക്രിസ്ത്യാനികളും മരിക്കാൻ കിടക്കുമ്പോൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചിട്ടുണ്ട്. പ്രായമായി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവർ പറയുന്നൊരു കാര്യ, ബ്രദറെ, രാത്രിയാകുമ്പോഴത്തേക്കും നേരത്തെ ചത്തുപോയ ആൾക്കാർ വന്നിട്ട് പോവാം പോവാം എന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നത്. പേടിച്ചിട്ട് പറ്റണില്ല. പിന്നെ കാണുന്നത് എന്തൊക്കെയോ പിശാചുക്കൾ വരുന്നതാണ് കാണുന്നത്. എന്നിട്ട് മക്കളും മരുമക്കളും കൂടെ ഓട്ടോ, അച്ഛാ അമ്മച്ചി രാത്രി കിടന്ന് ഭയങ്കര കാർച്ചയാ, അപ്പൻ രാത്രി എഴുന്നേറ്റോടുക, പിശാച് വരുന്നേ എന്ന് പറഞ്ഞ്. അതിന്റെ കാരണം നിന്റെ ഉള്ളിൽ ദൈവം വസിക്കാത്തത് കൊണ്ടാണ്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, യേശു നിന്റെ ഉള്ളിൽ വസിക്കണം. ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കണം. നിന്റെ വാർദ്ധക്യം പ്രാർത്ഥനയുടെ ദിനങ്ങളാക്കി മാറ്റണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുക, എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലമുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് ഭവനം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വരും നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഞാൻ ആയിരിക്കുന്നിടത്ത് നീയും ആയിരിക്കണം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പൊന്നുതമ്പുരാൻ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ദമ്പതി ധ്യാനങ്ങൾ നടത്തുമ്പോ ഞാൻ ചോദിക്കാറുണ്ട്, ഇനിയൊരു ജന്മം കൂടി ദൈവം തരികയാണെങ്കിൽ നിന്റെ അടുത്തിരിക്കുന്ന ജീവിത പങ്കാളിയെ തന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്ന്. അപ്പോഴൊന്നും ഒരാളും കൈവെക്കാറില്ല. കാരണം എന്നാണെന്നറിയോ? അവര് വേറെ എവിടെയെങ്കിലും വേറെ നല്ലതുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഗുണവും മണവും നോക്കിയിട്ടല്ല യേശു ഈ വാക്ക് പറഞ്ഞത്. കാരണം അവൻ നീ ഒന്നും കൊടുക്കാതെ, നമ്മൾ പാപികളായിരിക്കെ പാപികൾക്ക് വേണ്ടി പീഡ അനുഭവിച്ചവനാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മെ സ്വന്തമാക്കിയവനാണ് നമ്മുടെ പൊന്നുതമ്പുരാൻ. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. കരങ്ങളടിച്ച് കർത്താവിന് ഒരു നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14 വാക്യം 18 കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. കാരണം നിന്നെ ഞാൻ എൻ്റെ കൂടെ കാണാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൂടെ കാണാൻ ആഗ്രഹിക്കുന്നു.
ഞാൻ ആയിരിക്കുന്നിടത്ത് നീ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിലെത്ര പേർ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ? എൻ്റെ ദൈവമായിരിക്കുന്നിടത്ത്, എൻ്റെ യേശുവായിരിക്കുന്നിടത്ത് ഞാനും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ എത്ര ക്രിസ്ത്യാനികൾക്ക് കഴിയും? എത്ര ക്രിസ്ത്യാനിക്ക് കഴിയും? വെറുപ്പും വിദ്വേഷവും പകയും മാത്സര്യവുമായി കഴിയുമ്പോ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും എനിക്ക് എൻ്റെ യേശുവായിരിക്കുന്നിടത്ത് ആകണമെന്ന്? ഈ മാത്സര്യവും വ്യർത്ഥ അഭിമാനവും എല്ലാം ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കണം. പാരമ്പര്യത്തിന്റെ പേര് പറഞ്ഞ് തമ്മി ചാവുകയല്ല ചെയ്യേണ്ടത്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പഠിക്കണം. അപ്പോഴാണ് സഭ വളരുകയുള്ളൂ, സമൂഹം വളരുകയുള്ളൂ, കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അപ്പോഴേ പിതാവായിരിക്കുന്നിടത്ത് പുത്രനായിരിക്കുന്നത് പോലെ പുത്രനായിരിക്കുന്നിടത്ത് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ശരീരത്തിൽ പറ ഹല്ലേലൂയ, ശക്തിയോടെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഒരാളും പറയരുത് എനിക്കാരുമില്ല എന്ന് പറയരുത്. എൻ്റെ വേദനയിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറയരുത്. എൻ്റെ രോഗത്തിൽ എന്നെ നോക്കാൻ ആരും ഇല്ല എന്ന് പറയരുത്. ആരുമില്ലാത്തവർക്കുള്ളവനാണ് പൊന്നുതമ്പുരാൻ. ആർക്കും വേണ്ടാത്തവർക്കുള്ളവനാണ് യേശു തമ്പുരാൻ. അത് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. എബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 9 വാക്യം 27-28 തിരുവചനത്തിൽ പറയുന്നു, മനുഷ്യപുത്രൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. പാപ പരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൽ പറ ഹല്ലേലൂയ. ചില ആൾക്കാരുടെ ചിന്തയുണ്ട്, ഇനി യേശു ക്രിസ്തു വരുന്നത് ഈ പുൽക്കൂട്ടിൽ പ്രസവിച്ച് വീണ്ടും മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് വീണ്ടും പാടുപീടയൊക്കെ അനുഭവിച്ച് വീണ്ടും കുരിശിൽ കയറി നമ്മളെ രക്ഷിക്കുമെന്ന്. ഇനി അത് പ്രതീക്ഷിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ വാതിൽ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ അവൻ തുറന്നു വെച്ചു കഴിഞ്ഞു. വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്. അത് യേശു പറഞ്ഞ കാര്യങ്ങളാണ്. അത് വായിച്ച് മനസ്സിലാക്കി അവന്റെ ഹിതപ്രകാരം ജീവിച്ച് അവന് വേണ്ടി കാത്തിരിക്കുന്നവരെ കൂട്ടിക്കൊണ്ടുപോയി രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു വരുന്നത്. ഇനിയൊരു പാപ പരിഹാരാർത്ഥം അല്ല. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൽ പറ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ ഒന്ന് തൊട്ടോണ്ട് പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തൊട്ടോണ്ട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാ, ബൈബിളിൽ ഒരു 10 കന്യകമാരെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 5 പേർ വിവേകമതികളും 5 പേർ വിവേകശൂന്യകളും എന്നാ പറഞ്ഞത്. അവരോർത്തു മണവാളൻ പെട്ടെന്ന് വരും, അതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ കരുതി വിളക്കൊക്കെ കത്തിച്ച് കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അവർക്ക് തോന്നി ഇത് വരുന്ന ലക്ഷണമൊന്നുമില്ല. കയ്യിലുണ്ടായിരുന്ന വിളക്ക് കരിന്തിരി കത്താൻ തുടങ്ങി. എണ്ണ തീർന്നു. ഈ 5 കന്യകമാർ എണ്ണ എടുക്കാൻ പോയതൊക്കെ നോക്കി മണവാളൻ കയറി വന്നിരിക്കുക. തന്നെ ആകാംക്ഷാപൂർവം കാത്തിരുന്ന ആ 5 മണവാട്ടികളുടെ കൂടെ മണവാളൻ കടന്നുപോയി. ഞാൻ നിങ്ങളോട് പറയുക, യേശു എപ്പോൾ വരും എന്ന് നമുക്ക് അറിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അധ്യായം 4 വാക്യം 16 മുതലുള്ള
തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുക, അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സമ്മോഹിക്കപ്പെടും. അങ്ങനെ നാം എല്ലാവരും എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. എവിടെയെങ്കിലും ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവും, എവിടെയെങ്കിലും ഒരു കൊറോണ വരും, അത് കഴിയുമ്പോൾ ഒരു ഒമിക്രോൺ വരും, അത് കഴിയുമ്പോൾ പുതിയ സാധനം വരും. അപ്പൊ ആൾക്കാർ പറയും, ഇതാ തീരാൻ പോവാ, ലോകാവസാനം വരാൻ പോവാ, ലോകാവസാനം വരാൻ പോവാ. ഭയങ്കര പ്രവചനമൊക്കെയാ. നിങ്ങൾ അതൊന്നും കേട്ട് പേടിക്കണ്ട. ഈ വചനത്തിൽ നിന്ന് ഒരു വള്ളിപ്പുള്ളി മാറിപ്പോവില്ല പ്രിയപ്പെട്ടവരെ. ആകാശം കടന്നു പോകും, ഈ ഭൂമിയും കടന്നു പോകും. പക്ഷെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ മാറുകയില്ല. അതുകൊണ്ട് വേദപുസ്തകം എന്താണോ പഠിപ്പിക്കുന്നത് അത് നീ മനസ്സിലാക്കിയിരിക്കണം. യേശു പറയുക, അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുക സമയം പ്രധാന ദൂതന്റെ ശബ്ദം ഉയരും. ആ സമയത്ത് ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരിച്ച് മാമോദീസ എന്ന കൂദാശയിലൂടെ, സ്ഥൈര്യലേപനം എന്ന കൂദാശയിലൂടെ, കുംഭസാരം എന്ന കൂദാശയിലൂടെ, വിവാഹം എന്ന കൂദാശയിലൂടെ, തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെ ജീവിച്ചും മരണം അടഞ്ഞ ഇതേ ശവക്കല്ലറകളിൽ കാത്തുകിടക്കുന്ന ദൈവത്തിന്റെ പൊന്നോമനകളെ ദൈവം ആദ്യം ഉയർപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ കർത്താവ് പറയാ, ജീവിച്ചിരിക്കുന്നവരായ നമ്മൾ ആ സമയത്ത് ആ ദൂതന്മാരോടൊപ്പം സംവഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. യേശു ക്രിസ്തു മരിച്ചടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ദേ നിൽക്കുന്നു നമ്മുടെ വിശുദ്ധ കൊച്ചു ത്രസ്യ. പ്രൈസ് ദി ലോർഡ്. അവളെ അടക്കം ചെയ്തെടുത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. ഭരണജ്ഞാനത്തുള്ള അൽഫോൻസാമ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ വചനത്തിൽ ജീവിച്ച് അവനാകുന്ന സത്യം വിശ്വസിച്ച് അവനാകുന്ന മാർഗത്തിൽ സഞ്ചരിച്ച് അവനാകുന്ന ജീവൻ പ്രാപിച്ച അൽഫോൻസാമ ഇന്ന് ആ കബറിടത്തിൽ എന്തോരം മക്കളാ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നേ. ഒരു ദിവസം ഞാൻ വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കുറെ കന്യാസ്ത്രീകൾ ഏതോ സ്കൂളിൽ നിന്ന് കുറെ പെൺകുട്ടികളുമായി അൽഫോൻസാമയുടെ കബറിടത്തിൽ വന്നു. ഈ കുട്ടികളുടെ തിരക്ക് കാരണം ഞാൻ ആ കബറിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതേ ചാപ്പലിൽ തന്നെ ഒരു കസേരയിട്ട് ഞാൻ ഇരിക്കുകയാണ്. എൻ്റെ കസേരയുടെ അടുത്ത് വേറെ 2 കസേരകൾ കൂടിയുണ്ട്. ഈ പെൺകുട്ടികളെയും കൊണ്ടുവന്ന സിസ്റ്റേഴ്സ് 2 പേര് വന്ന ആ കസേരയിലിരുന്നു. അപ്പൊ ഈ കുഞ്ഞുങ്ങള് എന്താ ചെയ്യുന്നതെന്നറിയാൻ ഞാൻ കണ്ണു തുറന്നിങ്ങനെ നോക്കി. അവര് പേന കൊണ്ടുവന്ന് ഈ കല്ലറയുടെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ പുസ്തകം കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ചില ആൾക്കാർ ഇൻസ്ട്രുമെന്റ് ബോക്സ് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചില കുട്ടികൾ അതിന്റെ മുകളിലേക്ക് കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ അതിൽ 2 കുട്ടികള് എൻ്റെ അടുത്തിരിക്കുന്ന കന്യാസ്ത്രീകളുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി. അപ്പൊ ഞാൻ ആ കൊച്ചിനെ ഇങ്ങനെ നോക്കി. ഇവള് കുരിശ് വരച്ചിട്ട് എന്നെ നോക്കി. ഞാൻ വീണ്ടും അവളെ നോക്കി. ഞാനൊന്ന് ചിരിച്ചു.
അപ്പൊ ആ കൊച്ചുങ്ങളും ചിരിച്ചു. ഞാൻ ചോദിച്ചു, മോളെ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. അൽഫോൻസാമ്മ വല്ലതും പറഞ്ഞോ? പൂള് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. നീ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോ ഈ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്ന അൽഫോൻസാമ്മ നിന്നോട് വല്ലതും പറഞ്ഞോ? അപ്പൊ അവള് തോൾ മുക്കി കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ടൊന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു, നീ അവിടെ കമന്ന് വീണ് പ്രാർത്ഥിച്ചപ്പോ അൽഫോൻസാമ്മ നിന്നോട് പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഇവളെന്നെ നോക്കി എന്നോട് ചെന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞു, അൽഫോൻസാമ്മ നിന്നോട് പറയാൻ പറഞ്ഞത് എങ്ങനെയാ? ഞാനും നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നു, നീ എന്നെ പോലെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവളെന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, അൽഫോൻസാമ്മ പറഞ്ഞില്ല, ഞാനും നിന്നെ പോലെ ആയിരുന്നു, നീ എന്നെ പോലെ ആകണമെന്നാണ് അൽഫോൻസാമ്മ പറഞ്ഞത്. ഇവളോടെ നിന്ന് നിത്യൻ ഒരു കുരിശ് വരച്ചിട്ട് എഴുന്നേറ്റ് ഒരൊറ്റ പോക്ക്. തൊട്ടുമുത്താനും പെരുന്നാൾ നടത്താനും ചെണ്ട കൊട്ടാനും പടക്കം പൊട്ടിക്കാനും അവളെ വിളമ്പുന്നതും ഇഷ്ടം തിന്നാനും ക്രിസ്ത്യാനിയുണ്ട്. അവിശുദ്ധയെ പോലെ ആകാൻ മാത്രം ആരുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാളൊക്കെ നടത്തുമ്പം ഈ വിശുദ്ധര് നിങ്ങളെ നോക്കി അഭിമാനിക്കുകയാണോ ലജ്ജിക്കുകയാണോ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ കൊച്ചുത്രസ്യയുടെ രൂപം ഈ അൾത്താരയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ ഇടവകക്കാരോട് പറയാനുള്ളതൊന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും. ബഹുമാനപ്പെട്ട പീറ്റർ അച്ഛൻ നേരത്തെ ഇരുന്ന പള്ളിയുടെ അടുത്ത് കാഞ്ഞൂർ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. കാഞ്ഞൂര്, ആ കാഞ്ഞൂര് പള്ളിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാനുണ്ട്. അങ്ങനെ ഇരിക്കെ കാഞ്ഞൂര് പള്ളിയിൽ പെരുന്നാളിന് ഞാനും പോയി. ഈ പറയുന്നത് സത്യമാണോ എന്നറിയാം. ഞാൻ ചെല്ലുമ്പോ പള്ളിയിലെ ആനവാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. ജനങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മണിയടി തുടങ്ങി. ചെണ്ടകൊട്ടിന്റെ ശക്തി എത്ര പേര് നിന്ന് ചെണ്ടകൊട്ടുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോഴത്തേക്കും അവിടുത്തെ ആൾക്കാർ വന്ന് ഈ ആനവാതിൽ അങ്ങോട്ട് തുറന്നു. അപ്പോഴേക്കും ചെണ്ട കൊട്ടുന്ന ആ സഹോദരങ്ങൾ തങ്ങളുടെ സർവശക്തിയും എടുത്തു കൊട്ടുകയാണ്. നമ്മുടെ കാതടയ്ക്കുന്ന ഭയാനകമായ ശബ്ദം. ആ സമയത്ത് മാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും തിരുസ്വരൂപങ്ങൾ പുറത്തേക്ക് വരികയാണ്. തിരുസ്വരൂപം ആനവാതിലൂടെ പുറത്തേക്ക് വരുമ്പോ ആ ചെണ്ട കൊട്ടുന്നവൻ സർവശക്തി എടുത്തുകൊണ്ട് ചെണ്ട കൊട്ടുകയാണ്. കുറച്ചു കഴിയുമ്പോഴേ സെബസ്ത്യാനോസ് പുണ്യാളന്റെ രൂപം പുറത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടുത്തെ പടക്കത്തിന് തീ കൊടുത്തു. ഭയങ്കര ശബ്ദത്തോടെ പടക്കം പൊട്ടുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. ആ രൂപം പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു പരുന്ത് എവിടെന്നാം അറിയില്ല, അത് ഈ രൂപത്തിന്റെ മുകളിൽ വട്ടമിട്ട് പറക്കും. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ ചുറ്റും നോക്കി. ഭയാനകമായ ചെണ്ടയുടെ ശബ്ദം, വെടിക്കെട്ടിന്റെ ശബ്ദം. ജനങ്ങൾ അവിടെ നിന്ന് ഒച്ചത്തിൽ വിളിക്കുന്നു. അതൊന്നുമല്ല എന്റെ ശ്രദ്ധ. എവിടെയാണ് പരുന്ത് വരുന്നതെന്ന് ഞാൻ നോക്കി. ഇത്രമാത്രം ശബ്ദകോലാഹലത്തിന്റെ മധ്യേ ഞാൻ നോക്കുമ്പോഴിതാ ഒരു വലിയ പരുന്ത് ചിറക് വിരിച്ച് താണു പറന്ന് രൂപത്തിന്റെ മുകളിലേക്ക് വന്നപ്പോ ആ റോഡിൽ ഞാൻ മുട്ടുകുത്തി. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ദൈവമേ, നിന്റെ വചനം വിശ്വസിച്ച് നിന്നിൽ ജീവിച്ച ആ പുണ്യാളനെ നീ ഇപ്പോഴും മറന്നില്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ ആ രൂപത്തിന്റെ പുറകെ പോയി. കുറച്ചു ദൂരം ആ രൂപം വിട്ടപ്പോ ആ പരുന്ത് പറന്നുപോയി.
എങ്ങോട്ടാ പോയെന്ന് പിന്നെ കാണുന്നില്ല. ഞാൻ ഈ പരുന്തിനെ നോക്കി നടക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പോ എന്റെ കൂടെയുള്ള സഹോദരൻ പറഞ്ഞു, വിജി ബ്രദറെ, ഇനി ആ പരുന്ത് വരില്ല. ഇനി വരണമെങ്കിൽ ഈ രൂപം വീണ്ടും ഈ നടയിൽ തിരിച്ചു വരണം. ഞാൻ ഓടി നടയിലേക്ക്. വീണ്ടും ആ രൂപം കിഴക്കോട്ട് പോയിട്ട് തിരിച്ച് നടയിലെത്തിയപ്പോ വീണ്ടും ഇതാ വരുന്നു പരുന്ത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ നാമം വഹിച്ച് വിശുദ്ധനായി തീർന്ന ഒരു വ്യക്തിയെ ഈ പ്രപഞ്ചത്തിലെ മിണ്ടാപ്രാണിയായ പക്ഷി പോലും ആദരിക്കുന്നു എന്നതാണ്. ഹല്ലേലൂയ. എന്റെ പൊന്നു തമ്പുരാൻ പറഞ്ഞാൽ ഈ മൃഗങ്ങളും ഇഴജന്തുക്കളും പക്ഷികളും എല്ലാം കേൾക്കും, അനുസരിക്കുക തന്നെ ചെയ്യും. പക്ഷേ യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട്, കാള തന്റെ ഉടയവനെ അറിയും, കഴുത തന്റെ യജമാനനെ അറിയുന്നു, പക്ഷെ എന്റെ ജനം എന്നെ അറിയുന്നില്ല. എന്റെ ജനം എന്നെ അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ യേശുവിനെ അറിയണം. യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കണം. യേശുവിന് വേണ്ടി നിങ്ങൾ ജീവിക്കണം. യേശുവിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. ഹല്ലേലൂയ. സ്വരയർത്തി പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് കട്ടപ്പനയിൽ ഞാൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു +2 പഠിക്കുന്ന ഒരു പെൺകൊച്ച് ജോലി ചെയ്യുന്ന, ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന അവളുടെ ആങ്ങളെയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങൾക്ക് 2 പെൺപിള്ളേർക്ക് ഒരാങ്ങളെയേ ഉള്ളൂ. ബ്രദർ പ്രാർത്ഥിക്കണം ചേട്ടായിയുടെ കല്യാണം നടക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാമല്ലോ. അവനെ വിളിച്ചു, അവന്റെ തലയെ കൈവച്ചു, ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ കാണുകയാണ്, അവൻ കാസയും പിലാസയും ഉയർത്തി അൾത്താരമേശയുടെ അവിടെ നിൽക്കുന്നു. ഞാൻ അവനോട് ചോദിച്ചാൽ, നീ വല്ല സെമിനാരിയിൽ നിന്ന് ചാടിപ്പോന്നവനാണോ? അവൻ പറഞ്ഞു, അല്ല ബ്രദറെ. നീ നുണ പറയരുത്. ഇവൻ പറഞ്ഞു, അല്ല. എടാ, നിനക്ക് ഈ കുർബാനയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രദറെ. പിന്നെ സെമിനാരിൽ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ബന്ധുക്കൾ ആരും സമ്മതിക്കുന്നില്ല. കാരണം അപ്പനും അമ്മയ്ക്ക് ഈ 2 പെങ്ങന്മാർക്കും ഒരാണേ ഉള്ളൂ. അപ്പം നീ പോകണ്ട. ഞാൻ പറഞ്ഞ്, നീ പെണ്ണ് കെട്ടാൻ പോയാലൊന്നും വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ കാസയും പീലാസയും ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നു. ഇവനൊന്ന് ചിരിച്ച്, ഞാൻ അവനെ ഒന്ന് അനുഗ്രഹിച്ചു വിട്ടുമ്പോൾ പോയി. ബാംഗ്ലൂർ പോയി. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ അവിടുത്തെ ജോലി സ്ഥലം വെച്ച് തിരിച്ചു വന്നു. കപ്പൂച്ചിൻ സഭയിൽ അവൻ പോയി ചേർന്നു. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞില്ല ഇവൻ പോയി കപ്പൂച്ചിൻ സഭയിൽ ചേർന്നത്. ഒരു ദിവസം ഞാൻ ഭരണങ്ങാനം ആശ്രമത്തിൽ ചെല്ലുമ്പോ അവിടെ സെമിനാരി സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതിന്റെ സൈഡിലൂടെ കടന്നു പോയപ്പം ഇവൻ എന്നെ കണ്ടു. ഇവൻ എഴുന്നേറ്റ് നിന്ന് പഠിപ്പിക്കുന്ന പ്രൊഫസറായ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ആ പോകുന്ന ബ്രദറാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ, ഞാനൊന്ന് പോയി കണ്ടോട്ടെ. അവൻ ഓട്ടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ, എന്നെ ഓർമ്മയുണ്ടോ? കട്ടപ്പനയിൽ വെച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാനിത് കപ്പൂച്ചിൻ സഭയിൽ ചേർന്നു. ഞാൻ പറഞ്ഞു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കൊറോണയുടെ സമയത്തായിരുന്നു അവന്റെ പട്ടം. ഹല്ലേലൂയ. അവരുടെ വീട്ടിൽ ഞാനും അച്ഛനും കൂടെ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോന്നു. പട്ടത്തിന് എന്നോട് പറഞ്ഞു, ബ്രദറെ വരുവോ? ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല മോനെ, നിങ്ങൾ ആ ബന്ധുക്കളെയൊക്കെ വിളിച്ച് പട്ടം ആഘോഷിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തെ സ്നേഹിക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് പല കാരണങ്ങളാൽ അത് മൂടി വെച്ചിരിക്കുകയാണ്. എന്നാൽ അതൊന്ന് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ ദൈവം നിങ്ങളുടെ കൂടെ നടക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. ഹല്ലേലൂയ. ശക്തിയോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം അധ്യായം 24 വാക്യം 4-5 തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്. യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. പലരും എന്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. എന്തിന് പറയുന്നു? 12 വർഷക്കാലം വേദപാഠം പഠിച്ച്, 14 വർഷക്കാലം സെമിനാരിയിൽ പഠിച്ച്, 5-6 വർഷക്കാലം പുരോഹിതനായി വേല ചെയ്തിട്ടും എംപറർ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു സംഘടനയിലെ ഒരു അൽമായൻ പറഞ്ഞു, ഞാനാണ് ദൈവമെന്ന് പറഞ്ഞപ്പം കുപ്പായം ഊരി മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകം പേർ പോയി. പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്ത നിരവധി പേർ പോയി. ഒരു ദിവസം കൊണ്ട് വൈകിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ ആ സംഘടനയിൽ പോയി. അവരെന്നെ കാണാൻ വീട്ടിൽ വന്നു. അപ്പൊ അമ്മ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല. ഉടൻ തന്നെ അവൻ പറഞ്ഞു, അമ്മച്ചിക്കുവാ, ചേച്ചിക്കുവാ, പിള്ളേരെ വിളിക്ക്. അവൻ പുതിയ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി എന്റെ വീട്ടിൽ. ഉടൻ തന്നെ എന്റെ അമ്മ പറഞ്ഞു, എന്റെ മകൻ പ്രസംഗിക്കുന്നത് വിട്ടിട്ടുള്ള ഒരു സുവിശേഷം ആരും ഈ വീട്ടിൽ പറയണ്ട. നിങ്ങൾക്കിവിടെ വരാം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇവിടുന്ന് എന്ത് വേണേലും എടുത്ത് കഴിക്കാം, സുവിശേഷം ഇവിടെ പറയണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പെന്തക്കോസ്തക്കാരൻ വന്നാൽ ഞാൻ പറയും, സഹോദര പ്രാർത്ഥിച്ചോ, വേറെ ഒന്നും പറയണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചോ, സുവിശേഷം ഞാൻ പറഞ്ഞോളാം. എവിടെ? എന്റെ വീട്ടിൽ. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞോളാം. വേറൊരു സുവിശേഷം അവിടെ പറയണ്ട. ഇവര് പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ വിളിച്ചു വന്നേക്ക. എന്നോട് പറഞ്ഞു, ബിജി ബ്രദറെ, പൊന്നാറ സാർ എന്ന് പറഞ്ഞ ആരാന്നറിയാവോ? യെശയ്യായുടെ പുനർജന്മമാ. ഞാൻ പറഞ്ഞു, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? നിനക്ക് പൊന്നാറേനെ അറിയുള്ളൂ. ഞാൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവനാ. അപ്പൊ പൊന്നാറേക്കാളും വലിയവനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ വചനത്തിന്റെ അർത്ഥം എനിക്കൊന്ന് വ്യാഖ്യാനിച്ചു തരാൻ പറഞ്ഞു. ഈശോ പറഞ്ഞു, യേശു അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് നടക്കരുത് എന്ന്. ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഓടരുത്. ചിലപ്പോൾ ഈ ഇടവകയെന്നും ആൾക്കാർ പോയിട്ടുണ്ടാവും. അനേകം പേർ അവിടെ പോയി ഉണ്ടായിരുന്ന കാശ് മുഴുവൻ നശിപ്പിച്ച് എല്ലാം തകർന്നു, എല്ലാം നശിപ്പിച്ചു. അവസാനം കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, 5-6 വർഷം സെമിനാരി വൈദികനായി നിന്നവർ പോലും സഭയെ തള്ളിപ്പറഞ്ഞ് ഈ പ്രബോധനത്തിന്റെ പുറകെ പോയി. ലാസ്റ്റ് കുറെ ആൾക്കാർക്ക് മനസ്സിലായി. അവിടെ പറഞ്ഞു, ഇതാ യേശു പിറക്കാൻ പോവുക, അവിടെ ഒരു സ്ത്രീ ഗർഭിണിയാകും, അത് യേശുവാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഈ അച്ഛന്മാരടക്കം പോയിരുന്നുകൊണ്ട് ധൂപം വീശിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവള് ഗർഭിണിയായി. അവസാനം അവള് പ്രസവിച്ചു, കൊച്ചു പെണ്ണായി പോയി. യേശുവിന്റെ 2ാമത്തെ ജനനം എങ്ങനെ പെണ്ണാകുന്നത്? പ്രൈസ് ദി ലോർഡ്. അവസാനം ഈ അച്ഛന്മാര് നേരെ ബിഷപ്പിന്റെ അടുത്തിരുന്നു. അച്ഛാ, മാപ്പാക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. ഇരിങ്ങാലക്കുട പിതാവ് പറഞ്ഞു, തെറ്റാർക്കും പറ്റാം, പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, നിങ്ങൾ പരസ്യമായി പൊതുവേദിയിൽ മാപ്പ് പറയുവാണെങ്കിൽ നിങ്ങളെ സഭയിലേക്ക് തിരിച്ചെടുക്കാം. ഇരിങ്ങാലക്കുട കത്തീഡ്രലിൽ വലിയ ആഘോഷം നടത്തി, പൊതുവായി മാപ്പ് പറഞ്ഞു. 100-200 പേര് തിരിച്ചു സഭയിലേക്ക് പോന്നു. ഹല്ലേലൂയ. സ്വരയത്തി പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു പുതിയ പ്രബോധനം കേൾക്കുമ്പോ ഈ വേദപുസ്തകം എടുത്ത് നിങ്ങളൊന്ന് നോക്കണം. ഇതിൽ യേശു എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് വായിക്കാൻ എന്റെ പെണ്ണന്മാരെ, എന്റെ ചേട്ടന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ അതൊന്ന് വായിച്ചിട്ട് യേശുവിനോട് പറയണം, ദൈവമേ, ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല, എനിക്കൊന്ന് പറഞ്ഞു തരണേ എന്ന് കർത്താവ് നിങ്ങളോട് പറഞ്ഞു തരും, നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളോർക്ക് ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കുന്നത് എവിടെയെങ്കിലും ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടാണെന്ന് അല്ല. പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോ അവർ വരയ്ക്കുവാൻ
അവിടെ ഒരു ചെറിയ പായ വിരിച്ചിട്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭൂഗോളത്തിന്റെ മുകളിൽ പാമ്പിന്റെ തലയെ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് കൈകളിൽ നിന്ന് പ്രകാശം ചൊരിയുന്ന ഒരു മാതാവിന്റെ ഫോട്ടോ. അത് മേടിച്ച് ഞാൻ ആ ഭിത്തിയിൽ ഒട്ടിച്ചു. ആ നിലത്ത് കിടന്നുകൊണ്ട് ഞാൻ അമ്മയെ നോക്കും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷക പരിശുദ്ധ കന്യകാ മാതാവാണ്. യേശുവിന്റെ ഇരിപ്പും നടപ്പും കിടപ്പും ശ്വാസോച്ഛ്വാസവും അറിയാവുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധ കന്യകാ മാതാവാണ്. എന്നാൽ വാ തുറന്ന് ഒന്നും പ്രഘോഷിക്കാത്തവളും പരിശുദ്ധ കന്യകാ മാതാവാണ്. ഞാൻ അവിടെ മുട്ടുകുത്തു അമ്മയുടെ അടുത്ത്, കിടക്കുന്നതും അവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ബൈബിൾ വായിക്കും. എന്നിട്ട് ഞാൻ അമ്മയോട് ചോദിക്കും, മാതാവേ, യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൂതൻ വഴി എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞു, പക്ഷെ അതെല്ലാം നീ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളാണ്. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എനിക്കൊന്ന് പറഞ്ഞു തരണം. എനിക്കറിവില്ല, കാരണം ഇതുമായി എനിക്കൊരു ബന്ധമില്ല. ഇത് പറഞ്ഞിട്ട് ഞാൻ അവിടെ കിടന്നുറങ്ങുമ്പോ നല്ല ഉറക്കത്തിൽ, പ്രിയപ്പെട്ടവരെ, ശാന്തമായ ഒരു സ്ത്രീയുടെ ശബ്ദം എൻ്റെ കാതുകളിൽ ഞാൻ കേൾക്കും. ആ സ്വരം ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, അത് എൻ്റെ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിടാണ്ട് എന്നെ പറഞ്ഞു പഠിപ്പിക്കും. പിറ്റേ ദിവസം ഞാൻ പൂർവാധിക ശക്തിയോടെ ആ വചനം ഞാൻ പ്രഘോഷിക്കും. എനിക്കറിയാം നിങ്ങളോട് ദൈവം സംസാരിക്കും. നിങ്ങളൊന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി. മത്തായിയുടെ സുവിശേഷം അധ്യായം 24 വാക്യം 23 മുതൽ 28 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ഇതാ ക്രിസ്തു ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഇതാ ഈശോ അവിടെ വന്നു, ഇവിടെ വന്നു, അപ്പുറത്ത് വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. അടുത്ത വാക്യത്തിൽ പറയുക, കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ ഈ വാക്ക് ശ്രദ്ധിക്കണേ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, വൈദികർ പോലും പൊന്നാറ സാറിന്റെ വാക്ക് കേട്ട് വഴിതെറ്റിപ്പോയി എന്ന്. ഈ വചനം നിങ്ങൾ കേൾക്കണം. അവിടെ ഇങ്ങനെ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം അധ്യായം 24, 23 വരെയുള്ള വാക്യത്തിൽ പറയുകയാണ്, സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴി തെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവം പേര് ചൊല്ലി വിളിച്ച് തെരഞ്ഞെടുത്ത വ്യക്തികളാ പ്രിയപ്പെട്ടവരെ. പുരോഹിതരും കന്യാസ്ത്രീകളും സമർപ്പിതരും വചനപ്രഘോഷകരും ഒക്കെ. കർത്താവ് പറയുക, അവരെ പോലും വഴിതെറ്റിക്കത്തക്ക രീതിയിൽ ചില കള്ളപ്രവാചകന്മാർ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും. ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ കുഴപ്പം എന്നാണെന്നറിയോ? അടയാളം കണ്ടു കഴിഞ്ഞ് അങ്ങോട്ട് കൂടടച്ചങ്ങ് ഓടും. എന്നിട്ട് അവിടെ എന്ത് അഭ്യാസം കാണിക്കുന്നു അതൊക്കെ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഒരാളെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബിജു ബ്രദറേ, ഞാൻ ഉടമ്പടി എടുക്കാൻ പോവാം. എന്നാത്തിനാന്ന് ചോദിച്ചു. കുടുംബജീവിതം ശരിയാകാനാ. ഞാൻ ചോദിച്ചു, കുടുംബജീവിതം എന്ന് പറയുന്നത് നീ വഴിയെ പോയ ഏതെങ്കിലും ഒരു പിച്ചക്കാരനെ വിളിച്ചോണ്ട് വന്നാണോ എന്ന് ചോദിച്ചു. അല്ലല്ലോ. അൾത്താരയുടെ മുമ്പിൽ പരിശുദ്ധ കുർബാനയുടെ മധ്യേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരോഹിതനാൽ ആശീർവദിക്കപ്പെട്ട് അന്നു നീ എടുത്ത ഉടമ്പടി ഒന്നുണ്ടായിരുന്നു. എന്താ ചേച്ചി എടുത്തെന്ന് വല്ല പിടിയുണ്ട? ആ ബൈബിളെ കൈവച്ചിട്ട് ചൊല്ലിയത് എന്താന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്തോ വിശ്വസ്തയോടെ ഈ തന്നവന്റെ കൂടെ ജീവിച്ചോളാം പറഞ്ഞായിരുന്നോ? അതിനേക്കാൾ വലിയൊരു ഉടമ്പടി വേറെ ഇല്ല. അതും നിങ്ങൾ ലംഘിച്ചിട്ട് വേറെ 10,000 ഉടമ്പടി എടുക്കാൻ പോയാലും നിങ്ങൾ നന്നാകാനും പോകില്ല.
അങ്ങനെയുള്ളവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. കാണുന്ന ചെളിയിൽ മുഴുവൻ ചവിട്ടും കിട്ടുന്ന വെള്ളത്തിൽ മുഴുവൻ കഴുകുന്ന മനുഷ്യരാണ്. എടുത്ത ഉടമ്പടി ആദ്യം വിശ്വസ്തയോടെ പാലിക്കുക. അതിനേക്കാൾ വലിയൊരു ഉടമ്പടി വേറെ ഇല്ല. സോറി അർത്തി പറ. പല ആൾക്കാർ ഉടമ്പടി എടുത്തിട്ട് വയ്യാണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഉണർവോടെ പറ ഹല്ലേലൂയ. ആദ്യം എടുത്ത ഉടമ്പടിയിൽ അങ്ങോട്ട് ഉറച്ചു നിന്നാ മതി. നിന്റെ കെട്ടിയോനിച്ചിരി തുമ്മലും ചീക്കലും ഒക്കെ ഉണ്ടാവും. നീ പറഞ്ഞു ആരോഗ്യമുള്ളപ്പോഴും അനാരോഗ്യത്തിലും ഞാൻ വിശ്വസ്തയോടെ നിന്നോളാം. അവൻ ദേഷ്യപ്പെടുന്നവനാ. അപ്പം നീ അതിനെ സഹിച്ചേക്കണം. ഇതെങ്ങനെയാ? പെണ്ണുമ്പിള്ള പറയും എനിക്ക് ഇപ്പൊ വീട്ടിൽ പോകണം. കെട്ടിയൻ പറയും ഇപ്പൊ പോണ്ട, എനിക്ക് പോകണം. എനിക്ക് പോകണ്ടി നാളെ പാടി. അപ്പോഴേക്ക് ഉടൻ തന്നെ ഇവിടെ നാഗവല്ലി ഉടുപ്പിട്ടേക്കും വിടമാട്ടെ. ആ തീർന്ന് കച്ചവടം. എന്നിട്ട് ഇവിടെ പോവുക അടുത്തടുത്ത് ഉടമ്പടി ഉണ്ടാക്കാൻ. പരിശുദ്ധ കുർബാന മധ്യേ ശ്രദ്ധിക്കണം. പരിശുദ്ധ കുർബാന മധ്യേ നിങ്ങൾ എന്താ കരുതുന്ന ഈ അൾത്താര തോന്നിവാസം കളിക്കാനുള്ളതാണെന്നോ? ദിവ്യകാരുണ്യ ഈശോ ഇവിടെ ശ്രദ്ധിക്കുന്ന വിവാഹം എന്ന കൂദാശ ആശീർവദിക്കുന്നത് കൂദാശകളുടെ കൂദാശ എന്നറിയപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ മധ്യേ ശ്രദ്ധിക്കണം. യേശുവിന്റെ അടുത്താണ് നമ്മൾ തീരുമാനമെടുക്കുന്നത്. ഈ കൂടെ നിൽക്കുന്ന സാധനം ദ്രവിച്ചാലും ഞാൻ അതിന്റെ കൂടെ നിന്നോളാം. അത് ലംഘിച്ചിട്ട് നിങ്ങള് എവിടെ പോയാലും കാര്യമൊന്നുമില്ല. പണ്ടൊരു പട്ടര് എല്ലാ കൊല്ലവും കാശിക്ക് പോകും. ഈ കാശിക്ക് പോകുമ്പോ ആചാരപ്രകാരം ഗംഗയിൽ മുങ്ങി കേറിപ്പോയി കഴിഞ്ഞാൽ സമ്പൂർണമായ പാപമോചനം കിട്ടുമെന്നാണ് വിശ്വാസം. ഗംഗയിൽ മുങ്ങണം. ഇയാൾ എല്ലാ കൊല്ലവും ഗംഗയിൽ മുങ്ങും, കാശിക്ക് പോകും, തിരിച്ചു വരും. എല്ലാ ദിവസവും വീട്ടിൽ വഴക്കുക. വലിയ മാറ്റമൊന്നുമില്ല. 5-6 വർഷമായപ്പോ ഈ ഭാര്യ മടുത്തു. ഇയാളെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. പിറ്റേ കൊല്ലം ഇയാൾ കാശിക്ക് പോകാൻ നേരത്ത് ഈ ഭാര്യ പറഞ്ഞു, ചേട്ടാ എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങ് കാശിക്ക് പോകുമ്പോ എനിക്ക് ആഗ്രഹം സാധിച്ചു തരുന്നു. ഭർത്താവ് പറഞ്ഞു, ഒരു നല്ല കാര്യത്തിന് പോവല്ലേ, നീ പറഞ്ഞോടി. അവളൊരു ചെറിയ മത്തങ്ങ എടുത്തിട്ട് പറഞ്ഞു, അങ്ങ് ഇത് കാശിക്ക് പോകുമ്പം ഇതുകൂടി കൊണ്ടുപോകണം. അങ്ങ് ഗംഗയിൽ മുങ്ങുമ്പം ഈ മത്തങ്ങ കൂടി അതിൻ്റെ അകത്ത് മുക്കണം. ആകെ ഇത്ര വലിപ്പമുള്ള മത്തങ്ങയാണ്. ജീവിതത്തിൽ ഭാര്യയുടെ ആഗ്രഹം ഒന്നും സാധിച്ചു കൊടുക്കാത്തവൻ ഈ മത്തങ്ങ മേടിച്ച് തന്റെ പാണ്ടക്കെട്ടി വെച്ച് കാശിക്ക് പോയി. അവൻ ഗംഗയിൽ മുങ്ങി. ഭാര്യനെ ഓർത്ത് ഈ മത്തങ്ങയെ 3 പ്രാവശ്യം മുക്കി കെട്ടിട്ട് വെച്ചു. കാശിയിൽ ചെന്നു, അവിടെയും കാണിച്ചു 3 പ്രാവശ്യം. തിരിച്ചു വന്നിട്ട് പറഞ്ഞടി ഭാര്യ, ഇതാ ഗംഗയിൽ മുക്കി കാശിയിൽ കാണിച്ച നിന്റെ മത്തങ്ങ ഇന്നാണ്. അവൾ ആ മത്തങ്ങ മേടിച്ച് അടുക്കളയിലേക്ക് പോയി. ഭർത്താവ് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, വേഗം വല്ലതും എടുക്ക്. ഇവൾ ചോറ് വിളമ്പി ആ മത്തങ്ങ ഇങ്ങോട്ടെടുത്തു. അതൊരു ചെറിയ ഒരലിൻ്റെ അകത്തിട്ട് ഇടിച്ച് പരുവാക്കി അത് കോരി ഒരു പാത്രത്തിൽ വെച്ചു. ഈ ചോറും മത്തങ്ങയും കൂടെ കൊണ്ടുപോയി വെച്ചു. പട്ടരല്ലേ, അവൻ ഈ മത്തങ്ങ അങ്ങോട്ട് ചോറിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ഇളക്കി വാരി വായിലേക്ക് വെച്ചിട്ട് ഒരൊറ്റ തുപ്പ് പുറത്തേക്ക് ചാടി എഴുന്നേറ്റ് കൈയും വീശിട്ട് പറഞ്ഞു, എന്തുവാടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പോഴും തന്നെ അവള് പറഞ്ഞു, ചേട്ടാ തല്ല് ഇപ്പം വേണ്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അങ്ങ് കാശിക്ക് കൊണ്ടുപോയ മത്തങ്ങയാണിത്. അങ്ങ് ഗംഗയിൽ മുക്കിയ മത്തങ്ങയാണിത്. അങ്ങ് കാശിയിൽ കാണിച്ച മത്തങ്ങയാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ. ഉടൻ തന്നെ അയാൾ പറഞ്ഞൊരു കാര്യം, എടി ഗംഗയെ മുക്കിയാലും കാശി കൊണ്ടുപോയാലും മത്തങ്ങയ്ക്കകത്ത് ചേർക്കേണ്ട ഉപ്പും മുളകും ചേർത്തിട്ട് അത് തിന്നാൻ കൊള്ളുമോ?
അവിടെ തന്നെ അവൾ പറഞ്ഞു, ഇത് തന്നോട് പറയാനാണ് ഞാൻ ഇത് ചെയ്തതെന്ന്. പ്രൈസ് ദി ലോർഡ്. നീ എതിരെ പോയത് കൊണ്ടല്ല, നിന്റെ കയ്യിലിരിപ്പ് നന്നാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരത്തിൽ പറ ഹല്ലേലൂയ. ഉണർവോടെ പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഈ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് അവന്റെ ആഗമനത്തിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കാനായിട്ട് നമുക്ക് പറ്റണം. തുടർന്ന് കർത്താവ് ഇങ്ങനെ പറയുകയാണ്. 2 പത്രോസ് അധ്യായം 3 വാക്യം 3-4 വചനത്തിൽ പറയുന്നു, ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന, അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവഭയവും പ്രാർത്ഥനയും ദൈവവിശ്വാസവും ഒന്നുമില്ലാതെ ഈ ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ലൗകികമായി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ. അവർ ഇങ്ങനെ നിങ്ങളെ നിന്ദിക്കും. അവർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. അവർ പറയും, അവന്റെ പ്രത്യാഗമനം എവിടെയാ? യേശു വരും എന്ന് പറഞ്ഞിട്ടൊക്കെ എവിടെയാണ്? അവ യേശു ഒന്നും വരാൻ പോകുന്നില്ല. ഹല്ലേലൂയ. അടുത്തത് പറയുകയാണ്. എന്നിട്ട് അവർ പറയും, പിതാക്കന്മാര് ഉള്ള പോലെ മനുഷ്യനായ ജനിക്കും, ഒരു നാൾ മരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഈ ജീവിതം ഒരു പാട്ടുമുണ്ട്. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ഈ ജീവിതം. അതുകൊണ്ട് കൈ കിടക്കുന്ന കാശ് കൊടുത്ത് കള്ളും കുടിച്ച് ഇങ്ങനെ അങ്ങോട്ട് അർമാദിച്ചങ്ങോട്ട് നടക്കും. പ്രിയപ്പെട്ടവരെ, ജനനം മുതൽ മരണം വരെയുള്ള ഈ ഗ്യാപ്പ്, അത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം തോന്നിവാസം ജീവിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ലോകത്തൊരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ളതാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ. കുറെ വർഷം ആൾക്കാർ എന്നെ കളിയാക്കിയതാണ്. അത് കഴിഞ്ഞപ്പോഴേക്ക് എന്നെ കളിയാക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്, കർത്താവെ അവനെയും എന്നെ പോലെ ആക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്നോട് പ്രാവശ്യം ഒരുത്തൻ എന്നോട് പറഞ്ഞൊരു വാക്ക്, എൻ്റെ കൂടെ പഠിച്ചവൻ, അവൻ എന്നോട് പറഞ്ഞു, എടാ നിനക്ക് ഭ്രാന്താണ്. ഞാനിങ്ങനെ പ്രസംഗിക്കുന്ന കേട്ടിട്ട് പറഞ്ഞു, എടാ നിനക്ക് ഭ്രാന്ത. ഞാൻ പറഞ്ഞു, എനിക്ക് വന്ന ഭ്രാന്ത് നിനക്ക് വരട്ടെ. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് പിടിച്ച ഭ്രാന്ത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ പിടിച്ച നാളെ ഈ ചേട്ടത്തിയുടെയൊക്കെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ആലോചിക്കണേ. ബൈബിളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങും, സുവിശേഷം അങ്ങോട്ട് ബൈബിളെ പറയാവുള്ളൂ കേട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരത്തിൽ പറ ഹല്ലേലൂയ. നിങ്ങളെ കളിയാക്കിക്കോട്ടെ, നിങ്ങൾ പേടിക്കേണ്ട പ്രിയപ്പെട്ടവരെ. നിങ്ങൾ തീഷ്ണതയോടെ സുവിശേഷം പ്രസംഗിക്കണം. ഒരു പ്രാവശ്യം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിയിൽ പ്രസംഗിക്കാൻ പോവാ. പിറ്റേ ദിവസമാണ് എനിക്ക് പ്രസംഗം. ഞാൻ തലേ ദിവസം തന്നെ പോവാണ്. അപ്പം പോകുമ്പോൾ തിരുവനന്തപുരം ബസ് ഇറങ്ങിയിട്ട് ഞാൻ ഈ കോഴഞ്ചേരിക്ക് പോകാൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക്, തിരുവല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ വായിൽ പല്ലൊന്നുമില്ലാത്ത ഒരു പ്രായം ചെന്ന മനുഷ്യൻ ഒരു വെള്ളമുണ്ട് ഷർട്ട് വിട്ടുകൊണ്ട് ഒരു ബൈബിൾ കയ്യിൽ പിടിച്ച് തീഷ്ണതയോടെ സുവിശേഷം പ്രസംഗിക്കുന്നു. ഞാൻ നോക്കുമ്പം ഒരു മനുഷ്യനും കേൾക്കാനില്ല, എല്ലാവരും കടന്നു പോകുന്നുണ്ട്. ഞാൻ പതുക്കെ ചെന്ന് അയാളുടെ അടുത്ത് പോയി അവിടെ ഇരുന്നു. അപ്പം പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാളെങ്കിലും കേൾക്കാനുണ്ടല്ലോ. പൂർവാധികം ശക്തിയോടെ പുള്ളി പ്രസംഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പം പുള്ളി ഒരു പാട്ടുപാടി. എനിക്ക് ആ പാട്ടങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. മനോഹരമായ ഒരു പാട്ട്. ഞാൻ ആ പാട്ടെല്ലാം കൂടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ട്യൂണൊന്നുമില്ല. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഈ പാട്ടൊന്ന് എഴുതി തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ആ പാട്ടെനിക്ക് എഴുതി തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് പാടിക്കോളൂ, പരിശുദ്ധാത്മാവ് ഒന്ന് നിറയും. ഞാൻ ഈ പാട്ടും കൊണ്ട് പലരുടെ അടുത്ത് എന്നിട്ട് ഒരു രക്ഷയില്ല. അവസാനം ഈ പാട്ടും പിടിച്ചുകൊണ്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ ഒരു നല്ലൊരു സുഹൃത്ത ആന്റണി ഫെർണാണ്ടസിന്റെ അടുത്ത് ചെന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ ഇത് പഴയ ഒരു പാട്ടാണ്.
ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാനിനെ എനിക്കിതൊരു പിടിയില്ല. പക്ഷെ അയാൾ പാടിയത് ഇങ്ങനെയാണ്. ഞാനിങ്ങനെ വെച്ചു കൊടുത്തു. ആന്റണി പതുക്കെ ഓർമ്മയൊക്കെ എടുത്ത് വെച്ചിട്ട് അതങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ആന്റണി പറഞ്ഞു ഇന്ന് നമുക്കിത് പാടാം. ഹല്ലേലൂയ. സ്വരയർത്തി പറ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് നടക്കുന്നതിന് നിങ്ങൾ തലയിൽ മുണ്ടിട്ടൊന്നും നടക്കേണ്ട കാര്യം ഇല്ല. അഭിമാനത്തോടെ നടക്കാൻ പഠിക്കണം. ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് മരിച്ചാലും ഉയർക്കുമെന്ന് പ്രത്യാശയുള്ളത് ഒരേ ഒരു കൂട്ടർക്ക് മാത്രമാണ്, യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമുന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, പെരുമ്പാവൂരുകാരിയായ ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയെ നോയിഡയിൽ വെച്ച് 40 കുത്തുകുത്തി കൊന്നു. കാരണം അവൾ ചെയ്യുന്ന സുവിശേഷ വേല അതോടെ അവസാനിക്കട്ടെ എന്ന് കരുതിയാണ് അത് ചെയ്തത്. ആ റാണി മരിയ എന്ന് പറയുന്ന കന്യാസ്ത്രീ കുത്തുകൊണ്ട് വീണു. സമുന്ദർ സിംഗിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അത് കഴിഞ്ഞുള്ള കാര്യം നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ? റാണി മരിയ എവിടെ സുവിശേഷം നിർത്തിയോ അവിടെ നിന്ന് സമുന്ദർ സിംഗ് സുവിശേഷ വേല ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് റാണി മരിയ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി. ആ ട്രസ്റ്റിന്റെ കീഴിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന മനുഷ്യനാണ് സമുന്ദർ സിംഗ്. ഹല്ലേലൂയ. ഗ്രഹാം സ്റ്റെയിനെയും കുഞ്ഞുങ്ങളെയും കൊന്നു തള്ളിയ ബജറംഗ് ദൾ പ്രവർത്തകൻ ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഭാര്യയോടും മകളോടും ചേർന്ന് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്ത്യാനിയെ തീർക്കാമെന്ന് കരുതിയാൽ തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ. ഞാൻ പറയും, മുറിച്ചാലും കിളിർത്തു വരുന്ന വൃക്ഷത്തിന് തുല്യമാണ് ക്രിസ്തുവിനെ സ്വന്തമാക്കിയ ഒരു ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർവോടെ പറയട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം അധ്യായം 5 വാക്യം 2-3 തിരുവചനത്തിൽ പറയുന്നു, രാത്രിയിൽ കള്ളൻ വരുന്നത് പോലെയായിരിക്കും കർത്താവിന്റെ ദിനം വരുമെന്നും നിങ്ങൾക്ക് നന്നായിട്ടറിയാം. രാത്രി കള്ളം വരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, തലേ ദിവസം വിളിച്ചിട്ട് ജോണി നീ ആ വാതിലൊന്ന് തുറന്നിട്ടേരാ, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്, മോട്ടിക്കാനെന്നൊന്നും പറയാൻ. വികാരി വെച്ച നേർച്ചപ്പെട്ടിയുടെ താക്കോൽ അവിടെ വെച്ചേരെ, ഞാൻ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ. ആരുമില്ലാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് അവൻ വരും. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, സമാധാനവും ഭദ്രതയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവ വേദന ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. വീണ്ടും കർത്താവ് മത്തായിയുടെ സുവിശേഷം 24:37 മുതലുള്ള തിരുവചനത്തിൽ പറയുന്നു, നോക്കയുടെ ദിനങ്ങൾ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. ജലപ്രളയത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുന്നതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംവഹിക്കുന്നതുവരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെയും ആഗമനം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ക്രിസ്തുവിനെ മറന്ന് തിന്നും കുടിച്ചും കെട്ടിച്ചും ആനന്ദിച്ചും നടക്കുമ്പോ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ പ്രിയപ്പെട്ടവരെ. നീ നനച്ചിരിക്കാത്ത സമയത്ത് കർത്താവ് വരും. എന്നിട്ട് പറയും, മോളെ മേരി അപ്പം മേരി പറയാൻ പറ്റത്തില്ല, കർത്താവെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. നിന്നെയും കൊണ്ട് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ സമയം എപ്പോഴാണെന്ന് അറിയത്തേ ഇല്ല. ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർവോടെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറയാ, നീ കാത്തിരിക്കണം, അവൻ വരും.
വരാന്ന് പറഞ്ഞിട്ട് കണ്ട, അത് നിങ്ങൾക്കറിയാം. അപ്പോഴേ പാടി തുടങ്ങി പാട്ട് കണ്ടോ. വരാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ പോലെ കർത്താവ് വരാം എന്ന് പറഞ്ഞാൽ അത് വരിക തന്നെ ചെയ്യും. ഞാൻ ഇടുക്കിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനിപ്പിക്കാൻ പോയപ്പോഴേക്കാണ് ഒരു ഭയങ്കര സംഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റുന്ന സംഭവം എന്നത്. ഞാൻ അവിടെ ധ്യാനിപ്പിക്കാൻ പോയി. ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വലിയൊരു വിഷയം അവിടെ ഉണ്ടായി. ഒരു പെൺകുട്ടി രാത്രിയിൽ മിസ്സായി. അത് അറിയുന്നത്, കാരണവന്മാരറിയുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. കാരണവന്മാർ ഓടി അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ ഉടൻ തന്നെ എന്നെ വിളിച്ചു. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. പരിവരം നേരം എടുത്തപ്പോൾ അച്ഛൻ വന്ന് വിളിക്കാം. നല്ല തണുപ്പ സമയത്ത്. ഇപ്പോഴത്തെ ഇടുക്കിയല്ല, അന്നത്തെ ഇടുക്കി ഭയങ്കര തണുപ്പായി. ഞങ്ങളൊക്കെ തിരിഞ്ഞ് എന്നാച്ചാന്ന് ചോദിച്ചു, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കേ, ഇവർക്കാകെ ഒറ്റ മോളെ ഉണ്ടായിരുന്നുള്ളൂ. അവൾ ഇന്നലെ കട്ടിലിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നതാ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ലാതിരുന്നതാ. അവളെ ഇന്ന് കാണുന്നില്ല. ഞാൻ ചോദിച്ചു, എത്ര വയസ്സുണ്ട്? 10-18 വയസ്സുണ്ട്. അപ്പോൾ ആരെങ്കിലും എടുത്തോണ്ട് പോയതായിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ അപ്പം പറയുന്ന വാക്ക, എൻ്റെ ബ്രദറെ, അവൾ അങ്ങനെ പോകത്തില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ ഈ സെമിത്തേരിയുടെ അടുത്തൂടെ കടന്നു വരാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് അവക്ക് പോകണമെങ്കിൽ, വീടിന്റെ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോകണമെങ്കിൽ അവളുടെ അമ്മയോ ഞാനോ അവളുടെ അടുത്തുണ്ടാക്കണം. അവക്ക് ഇരുട്ടിനെ പേടിയാ. അത് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം അച്ഛാ, ഞാനൊന്ന് പല്ല് തേച്ച് കുളിച്ചിട്ട് വരട്ടെ, അച്ഛനെ ദിവികാരനെ ഒന്ന് എഴുന്നള്ളിച്ച് വെച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു, കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. കൊച്ചിൻ്റെ കൈയും കാലും വളരാന് ചുമ്മാ അമ്മച്ചിമാർ ഈ പുട്ടുകുറ്റിയിലേക്ക് പൊടിവാരി ഇട്ടുകൊടുക്കുന്നത് പോലെ കൊണ്ടു നടന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കൊച്ചു വളർന്നുകൊണ്ടിരിക്കുക. കൊച്ചു വളരുന്നതിനനുസരിച്ച് കൊച്ചിൻ്റെ ആഗ്രഹവും വളരുന്നുണ്ട്. നിങ്ങൾക്കെന്നും കൊച്ചായിരിക്കും, പക്ഷെ കൊച്ചിൻ്റെ ആഗ്രഹം വളരുന്നു നോക്കണം. ഞാൻ പറഞ്ഞു, ചേർത്തി വാ, ഇവിടെ ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചോ, ദൈവമെല്ലാം ശരിയാക്കും. എല്ലാവരും അന്വേഷിക്കാൻ പോയി. അവസാനം ഈ കൊച്ചിനെ കിട്ടുന്നത് തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ്. പിറ്റേ ദിവസം എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, കൊച്ചിനെ കൊണ്ട് പള്ളിയിൽ വന്നു. അച്ഛൻ എൻ്റെ അടുത്ത് കൊടുക്കുന്നു. ഞാൻ കാരണന്മാരെയൊക്കെ പുറത്തിറക്കി ഞാൻ അവളുമായിട്ടിരുന്ന് സംസാരിച്ചു. ആ കൊച്ചിൻ്റെ പറച്ചിൽ കേൾക്കണം. എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെങ്കൊച്ച്. എന്താ സംഭവിച്ചതെന്ന് അവള് കാണുന്നത് ഏതാണ്ട് ടോമാഞ്ചെറി കളിച്ച പോലെയാ. അല്ലാതെ ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അവൾക്കറിയത്തില്ല. നാട്ടിൽ അവളെ കുറിച്ച് പറഞ്ഞു വരുത്തതൊന്നും അവൾക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു, മോളെ നീ എവിടെയാ പോയേ? അതേ, എന്നെ സ്കൂളിൽ കൊണ്ടുവന്ന ചേട്ടനുണ്ട്, ഓട്ടോറിക്ഷയുടെ ചേട്ടൻ. ചേട്ടൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു, നിനക്ക് ചേട്ടന് ഇഷ്ടം? എനിക്ക് ചേട്ടന് ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു, അതിനടി അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം? ചേട്ടൻ എന്നെ കൊണ്ട് സ്കൂളിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് സിപ്പപ്പ് മേടിച്ചു തരും, മുട്ടായി മേടിച്ചു തരും, ഭയങ്കര സ്നേഹം. ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക. എനിക്ക് എന്താ ഇതിനോട് പറയണ്ടേന്ന് അറിയില്ല. ഞാൻ ചോദിച്ചു, മോൾ എപ്പോഴാ പോയേ? അത് പപ്പയും മമ്മിയൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പോയത്. അപ്പം നോക്കി ഈ സെമിത്തേരിയുടെ അതിലെ പോകാൻ പേടിയില്ലായിരുന്നു. ചേട്ടൻ എന്നോട് പറഞ്ഞു, ഓട്ടോറിക്ഷ ആയിട്ട് ഞാൻ അങ്ങ് അവിടെ ഒരു മരം എങ്ങാണ്ടുണ്ട് റോഡിൻ്റെ സൈഡിൽ, അവിടെ വന്ന് നിന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവിടെ നിങ്ങൾക്ക് എന്തോരം ദൂരമുണ്ട്? ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവുന്നു. അപ്പം അത് ഈ സെമിത്തേരിയുടെ അതിലല്ലേ പോകണ്ടേ? അതെ. അപ്പം പേടിയില്ലായിരുന്നു. അല്ല, ചേട്ടൻ അവിടെ നിൽപ്പുണ്ടല്ലോ. മനസ്സിലാക്കണം കേട്ടാ. അങ്ങേ തലയിൽ 1.5 കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ചേട്ടനുണ്ടല്ലോ എന്ന് നോക്കിക്കൊണ്ട് അവൾ ഈ സെമിത്തേരിയിൽ കൂടി ഒരു പോക്ക്. മേഘത്തിൻ്റെ ഒരു വലിയ കൈ വളരുന്നതും കാല് വളരുന്നതും നോക്കി വളരുന്നിടത്ത് മുഴുവൻ മോതിരം കമ്മലും വളയും തളയും ഇട്ട് കൊണ്ടിരിക. ജനിപ്പിച്ച അപ്പനും അമ്മയും അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ കൊച്ചിന് മനസ്സിലായില്ല. സിപ്പപ്പ് മേടിച്ചു കൊടുത്തവന്റെ പുറകെ. ഞാൻ ഈ കാർമാരെ അത് കഴിഞ്ഞ് വിളിച്ചു, അമ്മേനെയും വിളിച്ച്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ തല്ലിയിട്ട് കൊന്നിട്ട് ഒന്നും കാര്യമില്ല. ഇതിൻ്റെ ശരീരം ചുമ്മാതെ തീറ്റ തിന്ന് പോർക്ക് പോലെ വലുതായതല്ലാതെ
ഇംഗ്ലീഷൊക്കെ നന്നായി പറയും, പക്ഷെ കോമൺ സെൻസ് എന്ന് പറയുന്നൊരു സാധനം ഇതിന് ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളാർക്കും നിങ്ങളുടെ മക്കൾ വാട്സാപ്പ് ഇങ്ങനെ തോണ്ടി ഇങ്ങോട്ട് വിടുമ്പോൾ ചില അപ്പനും അമ്മയൊക്കെ എന്നോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ബ്രദർ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും അറിയത്തില്ല, പക്ഷെ ഇവളുണ്ടല്ലോ, ഇവള് പ്രസിഡന്റുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. വലിയ ഇന്റർനാഷണൽ കാര്യമായിട്ട് അമ്മ പറയുന്നേ നടന്നോട്ടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരയർത്തി പറ ഹല്ലേലൂയ. നിങ്ങളുടെ കൊച്ചുങ്ങളും ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു പ്രാവശ്യം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ തല്ലിയില്ലാന്നുള്ള പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ടും പറഞ്ഞു എൻ്റെ കൊച്ചിനെ എനിക്കറിയാം. ഞാൻ പറഞ്ഞു ചേട്ടനെ അറിയുന്ന പോലെ അല്ല, ചേട്ടൻ്റെ കൊച്ചിനെ എനിക്കറിയാവുന്നു പറഞ്ഞു. ശരിയല്ല മക്കളെ, കണ്ട കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കൊച്ചുകൾ പറഞ്ഞ അപ്പൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊന്നും എല്ലാ കാര്യവും പറയൂടി. ഈ അവസ്മാരം പിടിച്ചവന്റെ കൈ വിറക്കുന്നല്ലേ, പറയത്തില്ല പറയത്തില്ല. ഇനി ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ പറയാ, നിങ്ങളുടെ കെട്ടിയവന്റെ ഫോണിൽ ഇപ്പൊ കാണുന്ന തന്നെ തല്ലി. ഞാനിത് രാത്രി തന്നെ പോകും, അത് വേറെ കാര്യം, അതുകൊണ്ടാണ് പറയുന്നത്. ഇന്നലെ പറയാഞ്ഞോ അതുകൊണ്ടാണ്. കെട്ടിയവന്റെ ഫോണിലേക്ക് ബെല്ലടിക്കുമ്പം ഈ മനുഷ്യൻ ഫോണും എടുത്തോണ്ട് മിറ്റത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നീ തിന്നോണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് അതിന്റെ പുറകെ പോകണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഞാൻ പറയാം, നിങ്ങൾ വീട്ടിലുള്ളപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ ഫോണിലേക്ക് കിരികിര വരും, അവൾ ഓഫാക്കും, കിരികിര വരും, അവൾ ഓഫാക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അങ്ങേ തലക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ വരും, ഞാൻ ആയിരിക്കുന്നിടത്ത് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. അതുകൊണ്ടാണ് ഈ കിരീര ഉള്ള അടി. ഞാനിത് ഒരുപാട് കണ്ടതും കേട്ടതും കൊണ്ട് പ്രിയപ്പെട്ടവരെ 33 വർഷമായി സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന ഒരാളല്ല, പച്ചയായ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരുപാട് ആണുങ്ങളുടെ കണ്ണുനീര് കണ്ടവനാണ് ഞാൻ, ഒരുപാട് സ്ത്രീകളുടെ കണ്ണുനീര് കണ്ടവനാണ് ഞാൻ, ഒരുപാട് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ പ്രതി എൻ്റെ അടുത്ത് വന്ന് നിലവിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങളുടെ മക്കൾ നിലവിളിക്കാതിരിക്കാൻ, നിങ്ങളുടെ കുടുംബം മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയാം. പ്രൈസ് ദി ലോർഡ്. സ്വരയർത്തി പറ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അധമ വികാരങ്ങളെല്ലാം മാറ്റി നിർത്തി യേശു പറഞ്ഞു, ഞാൻ വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ വരും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. ഹല്ലേലൂയ. സ്വരയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറ ഹല്ലേലൂയ. ഉണർവോടെ പറ ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം അധ്യായം 21 വാക്യം 34 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴാതിരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും. ഭൂരിഭാഗം ആൾക്കാരുടെ ജീവിതത്തിലെ ഒരു പ്രശ്നമാണ് സുഖലോലുപത, അടിച്ചു പൊളിക്കുക. മറ്റൊന്ന്, മരിച്ചാലും ജനിച്ചാലും, അതായത് വീട്ടിലൊരു മരണം നടന്നാലും, ഒരു കൊച്ചു ജനിച്ചാലും, ഒരു കല്യാണം നടന്നാലും, ഒരു മാമോദീസ നടന്നാലും, ഒരു പട്ടം നടന്നാലും, ഒരു പെരുന്നാൾ നടന്നാലും വീട്ടിൽ എന്നാ ഉണ്ടാവും മക്കളെ? അത് തന്നെ. പ്രൈസ് ദി ലോർഡ്. കുപ്പി. എന്നിട്ടോ ബന്ധുക്കളെ മുഴുവൻ, ആ പഞ്ചായത്തിലുള്ള ബന്ധുക്കളെയൊക്കെ കൂടി മേടിക്കും, വിളിച്ചിട്ട് അവർക്കും കൊടുക്കും. ലാസ്റ്റ് രാത്രിയിൽ എന്തായിരിക്കും സംഭവം? തെറിയും തീർപ്പും അടി, പിന്നെ പരസ്പരം കണ്ടാൽ മിണ്ടാത്ത പരുവം. അതും മദ്യാസക്തി. ഇതെല്ലാം കഴിഞ്ഞ് പെരുന്നാളാഘോഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പട്ടവും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞേച്ച് കടം മേടിച്ച പൈസ ഇനി എങ്ങനെ കൊടുക്കും? ജീവിത വ്യഗ്രത. ഹല്ലേലൂയ. ഈ 3 കൂട്ടം കാര്യം നിന്റെ ജീവിതത്തിൽ വരും. അപ്പൊ കർത്താവ് പറയാ, ഈ ജീവിത വ്യഗ്രതയിൽ നീ കഴിയുമ്പോ കർത്താവ് നിന്നെ വിളിക്കാൻ വരാതിരിക്കട്ടെ. ഹല്ലേലൂയ. ആ ദിവസം ഒരു കെണി പോലെ നിന്റെ മേൽ വന്നു വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ, ശ്രദ്ധിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ഉണർവോടെ പറയട്ടെ ഹല്ലേലൂയ. ഒറ്റ വചനം കൊണ്ടും പറഞ്ഞിട്ട് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുക. ഞാനിതൊക്കെ നിങ്ങളോട് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു ചിന്തയുണ്ടാകും, ഇതൊക്കെ മേലെ ഞാൻ കേട്ടതാ, എന്നിട്ടും ഞാൻ
ഈ പരുവത്തിലാണെന്ന്. ഈ ഒരു വചനവും കൂടെ കേട്ടോ. എൻ്റെ പ്രതീക്ഷയും പ്രത്യാശയും ഞാൻ മറ്റുള്ളവരോട് പറയത്തുള്ളൂ. അല്ലാതെ ഡൊമിനിക് അച്ഛൻ്റെ പ്രത്യാശയൊന്നും ഞാൻ പ്രസംഗിക്കുന്നില്ല. പനക്കച്ചൻ്റെ പ്രത്യാശയെ ഞാൻ പറയത്തില്ല. എൻ്റെ പ്രത്യാശയെ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ അധ്യായം 2:9-10 തിരുവചനത്തിൽ അവിടെ ഇങ്ങനെ പറയാ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജമാക്കിയിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് ഒരു ഹൈന്ദവനായിട്ട് ജനിച്ചു നടക്കുന്ന സമയത്തൊന്നും എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ ഹോളിലാൻഡിൽ പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ സുവിശേഷം പ്രസംഗിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഒരാളും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. ഞാൻ ജനിച്ചു വളർന്ന ഇടവകയിൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചടേ? അപ്പം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ആരും കണ്ടിട്ടില്ല, അത് അവന് മാത്രമേ കൊടുക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയാ, നിങ്ങൾക്കായി എന്നെ സ്നേഹിക്കുന്നവർക്കായി ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നത് മനുഷ്യ മനസ്സ് ഇതുവരെ ഗ്രഹിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. മക്കളെ മേടിക്കണോ? മക്കളെ അത് വേണോ? ഈ പിള്ളേരെല്ലാം ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. കാരണം എന്നാന്നറിയാം, ഇനി എങ്ങാനും കൊച്ചു ദ്രസ്യനെ പോലെ വല്ല ആകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തിരിക്കുന്ന കമ്മിറ്റ്മെൻ്റ് ഒക്കെ പൊളിഞ്ഞു പോവോന്നൊരു പേടി. കാരണം കുഞ്ഞുങ്ങൾ തന്നെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തീരുമാനം എടുക്കണം. കർത്താവ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് സ്വന്തമാക്കാനുള്ള ഒരു തീഷ്ണത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ അധ്യായം 5 വാക്യം 11-12 പറയുകയാണ്, ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. ആ നിത്യജീവനാകട്ടെ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. അവസാനത്തെ വചന, ഇനി വചനമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നു. ആ നിത്യജീവനാകട്ടെ അവിടുത്തെ പുത്രനിലാണ്. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കുന്നു. പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ തിരുസന്നിധി ഒരു പുതിയ ചൈതന്യത്താൽ നമ്മൾ നിറയണം. ഒരു പുതിയ പ്രത്യാശയിൽ നമ്മൾ നിറയണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. പ്രിയപ്പെട്ടവർ, അടിസ്ഥാനപരമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വേണം. നാളെ മുതൽ നമ്മുടെ ജീവിത രീതിയും കാഴ്ചപ്പാടുകളും എല്ലാം മാറണം. ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് പറ്റണം. യേശുവിനോട് ചേർന്ന് ജീവിക്കാൻ, മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിച്ച് ജീവിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഹല്ലേലൂയ. സ്വരത്തിൽ പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകളെ ഒന്ന് അടച്ച് പ്രിയപ്പെട്ടവരെ, കണ്ണുകളെ ഒന്ന് അടച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്. നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. എവിടെയെങ്കിലും കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതമാണോ നിങ്ങളുടേത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് എന്ന് പറയുന്നത് പോലെ ചില സ്വഭാവ വൈകല്യങ്ങളുടെ അടിമകളായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. കണ്ണുകളെ അടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശാന്തമായി സ്തുതിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ